ഹലോ, വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ക് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പ്രോസസ് മാനേജ്മെന്റ് എന്താണ്, മെമ്മറി മാനേജ്മെന്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ പ്രോസസ് മാനേജ്മെന്റിൽ ഡിഫറെന്റ് പ്രോസസ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മെമ്മറി മാനേജ്മെന്റിൽ എന്ത് പറഞ്ഞിരുന്നു, മെമ്മറിയെ അതായത് മെയിൻ മെമ്മറി റാമിനെ എങ്ങനെയാണ് എഫിഷ്യന്റ് ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ മെയിൻ മെമ്മറിയുടെ കേസ് എടുക്കുമ്പോൾ അവിടെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് വന്നെന്തായിരുന്നു, മെയിൻ മെമ്മറിയുടെ സൈസ് എന്ന് പറയുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഡാറ്റാസും അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു മെമ്മറി, അതായത് സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്. അപ്പൊ ഹാർഡ് ഡിസ്കിനകത്തും ഡാറ്റ ഉണ്ട്. ചില സമയത്ത് ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡാറ്റ മെയിൻ മെമ്മറിയിലേക്കും മെയിൻ മെമ്മറിയിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്കും മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ സെക്കൻഡറി മെമ്മറി അതായത് ഹാർഡ് ഡിസ്കിനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്ക് മാനേജ്മെന്റിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഈ ഡിസ്ക് മാനേജ്മെന്റിൽ നമ്മൾ മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത് 3 പോർഷൻസ് ആണ്. ഡിസ്കിന്റെ ആർക്കിടെക്ചർ എന്താണ്, പിന്നീട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് പാരാമീറ്റേഴ്സ്, സീക്ക് ടൈം എന്താണ്, റൊട്ടേഷണൽ ലാറ്റൻസി എന്താണ്, ആക്സസ് ടൈം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനുശേഷം ഡിഫറെന്റ് ഡിസ്ക് സ്കെഡ്യൂളിംഗ് അൽഗോരിതംസ്, അതും അതിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസും. അത്രയും പോർഷൻസ് ആണ് നമ്മൾ ഈ ഒരു ഡിസ്ക് മാനേജ്മെന്റ് എന്നുള്ള പോർഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്കിന്റെ ആർക്കിടെക്ചർ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആർക്കിടെക്ചറിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത് ഡിസ്കിന്റെ ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു സ്ട്രക്ചറാണ്. സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോമ്പണൻസ് വേണം. ആ കോമ്പണൻസിനെ ഓരോന്നോരോന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ നമുക്ക് അസംബിൾ ചെയ്തിട്ട് ഈ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മളിവിടെ ആർക്കിടെക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് കോമ്പണന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കോമ്പണന്റ് ആണ് പ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും CD കണ്ടിട്ടുണ്ടായിരിക്കും. CD-യിൽ ഒരു സൈഡിലായിരുന്നു ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ പ്ലേറ്റേഴ്സിനുള്ളത്. പ്ലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ CD-യുടെ അതേ പോലെയുള്ള ഒരു ഡിസ്ക് ആണ്. അതും മാഗ്നറ്റിക് കോട്ടഡ് ആയിരിക്കും. മാഗ്നറ്റിക് കോട്ടഡ് എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ മാത്രമല്ല, അപ്പർ സർഫസിലും അതുപോലെ തന്നെ ലോവർ സർഫസിലും മാഗ്നറ്റിക് കോട്ടഡ് ആയിരിക്കും. ഈ സർഫസുകളിലാണ് എന്ത് ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ ഇതിലുള്ള ഒരു പ്ലേറ്റർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലേറ്ററിനെ ഒരു സർഫസ് ആണ് ഞാൻ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ സർഫസിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ സർഫസിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട്. അതായത് ഈ ഗ്രീൻ ലൈനിൽ കോൺസെൻട്രിക് സർക്കിൾസ് വരച്ചിട്ടില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാക്സ് എന്ന് പറയുന്നത്. ഈ ട്രാക്സിനകത്താണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. പക്ഷെ അവിടെ കഴിയുന്നില്ല, ഈ ട്രാക്സിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എന്തായിട്ട് ഇതുപോലെ പേർപ്പിൾ ലൈനിൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല, ഇതിനാണ് എന്ത് പറയുന്നത്, സെക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ചുരുക്കത്തിൽ പറയുന്നത്. നമ്മുടെ കയ്യിലൊരു പ്ലേറ്റർ ഉണ്ടായിരിക്കും. പ്ലേറ്ററിന് അപ്പർ സർഫസ് ഉണ്ടായിരിക്കും, ലോവർ സർഫസ് ഉണ്ടായിരിക്കും. ഈ രണ്ട് സർഫസുകളെയും വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട്. ആ കോൺസെൻട്രിക് സർക്കിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാക്സ് എന്ന് പറയുന്നത്. ഈ ട്രാക്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്തേക്കുവാണ് എന്തായിട്ട്, സെക്ടേഴ്സ് ആയിട്ട്. അപ്പൊ ഈ ഒരു പിക്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോ 1 2 3 4 ട്രാക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഫസ്റ്റ് ട്രാക്ക്, ദെൻ അതിന്റെ ഉള്ളിലായിട്ട് സെക്കൻഡ് ട്രാക്ക്, ദെൻ തേർഡ് ട്രാക്ക്, ദെൻ ഫോർത്ത് ട്രാക്ക്. ഇനി ആ അത്രയും 4 ട്രാക്കുകളെയും വീണ്ടും ഇതുപോലെ സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ സെക്ടർ എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിലാണ് ഒരു സെക്ടർ എന്ന് കൺസിഡർ ചെയ്യേണ്ട. ഇതിപ്പോ ഫസ്റ്റ് ട്രാക്ക് നമ്മൾ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഈ ഒരു ഔട്ടർ ട്രാക്ക് കൺസിഡർ ചെയ്യണം നമ്മൾ. ഇതാണ് ഫസ്റ്റ് ട്രാക്ക് എന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ഒരു സെക്ടറാണിത്. അതിന് അടുത്ത സെക്ടറാണിത്, അടുത്ത സെക്ടറാണിത്. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് ട്രാക്കിൽ വരുന്ന ഒരു സെക്ടറാണിത്, അടുത്ത സെക്ടറാണിത്, അതിന്റെ അടുത്ത സെക്ടറാണിത്. ആ ഒരു രീതിയിലാണ് സെക്ടേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അഡ്ജസന്റ് സെക്ടേഴ്സിനെ ഒന്നിച്ച് പറയുന്ന ഒരു പേരുണ്ട്. അതായത് ഇപ്പൊ ഇതൊരു സെക്ടറാണ്, ഈ ഒരു സെക്ടറാണ്, ഇതിന് രണ്ടിനെയും കൂടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അഡ്ജസന്റ് സെക്ടേഴ്സിനെ ജോയിൻ ചെയ്തിട്ട് പറയുന്ന പേരാണ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് ആ ഒരു പ്ലേറ്ററിന്റെ സ്ട്രക്ചർ. ഓർത്ത് വെക്കുക, പ്ലേറ്റർ എന്ന് പറയുമ്പോൾ ഇത് അപ്പർ സർഫസിൽ മാത്രമല്ല ലോവർ സർഫസിലും ഇതുപോലെ തന്നെ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. എന്നിട്ട് ഈ ഒരു സെക്ടറിനകത്തായിട്ടാണ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഡാറ്റ ഓരോ സെക്ടറും കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാ സെക്ടേഴ്സിനും സെയിം എമൗണ്ട് ഓഫ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നാം, ഇവിടെ ഇപ്പോൾ കുറച്ച് എമൗണ്ട് ഓഫ് ടൈം സ്പേസ് അല്ലേ ഉള്ളത്, ഇവിടെ കൂടുതൽ സ്പേസ് ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അത്രയും ഡീപ്പായിട്ട് നമുക്ക് പോകാനില്ല, എങ്കിലും ഒന്ന് പറഞ്ഞു പോവാം. ഈ താഴത്തോട്ട് വരുന്ന സമയത്ത് ആ ഡെൻസിറ്റി വേരിയേഷൻ വരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡാറ്റ കുറച്ചും കൂടി ലൂസ് ആയിട്ടായിരിക്കും, ഒരുപാട് സ്പേസ് ആയിരിക്കും, അവിടെ സ്പേസ് കൂടുതലായിട്ട് പോകുന്നുണ്ട്.
അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഔട്ടർ ട്രാക്കിലോട്ട് വരുമ്പോൾ വീണ്ടും അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് സോൺ ബിറ്റ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അത്രയും ഡീപ്പായിട്ടൊന്നും നമുക്ക് പോകാനില്ല. അപ്പൊ ഇത്രയാണ് നമുക്ക് ഒരു പ്ലേറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ ഒരു ഡിസ്കിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു പ്ലേറ്റർ ആയിരിക്കുന്നില്ല, ഒന്നിൽ കൂടുതൽ പ്ലേറ്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് ഇത്രയും പ്ലേറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലേറ്ററിനെല്ലാം അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പിൻഡിലിന്റെ ആവശ്യമുണ്ട്. അതായത് ഇതുപോലെ ഒരു ഡിസ്ക് വന്നു, അതിന്റെ മേളിൽ വേറൊന്ന്, അതിന്റെ മേളിലൊന്ന് എന്നുള്ള രീതിയിൽ പൈൽ ചെയ്ത് വെച്ചേക്കാണ്. അതിന്റെ സെന്ററിലൂടെ ഒരു സ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ആ സ്റ്റിക്കിനെയാണ് നമ്മൾ ഇവിടെ എന്ത് പറയുന്നത്? സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഇതുപോലെ ഈ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ 1 2 3 3 പ്ലേറ്റേഴ്സ് ആണ്. 3 പ്ലേറ്റേഴ്സിന്റെ സെന്ററിലൂടെ ഒരു സ്റ്റിക്ക് വന്നിട്ടുണ്ട്. ഈ സ്റ്റിക്കിനെയാണ് എന്ത് പറയുന്നത്? സ്പിൻഡിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പിൻഡിൽ എങ്ങനെ മൂവ് ചെയ്യുന്നത്? സ്പിൻഡിലിന് വേണമെന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോവാം, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോവാം. പക്ഷേ അറ്റ് എ ടൈമിൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ അത് കറങ്ങത്തുള്ളൂ. അപ്പൊ ആ രീതിയിലായിരിക്കും ഈ ഒരു സ്പിൻഡിലിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വിട്ടുപോയൊരു കാര്യം പറയാം. ഇവിടെ നമ്മൾ പ്ലേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. പ്ലേറ്റേഴ്സ് ഒന്നിന്റെ മേളിൽ അടുത്തത് എന്നുള്ള രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ വീണ്ടും എന്ത് വരുന്നുണ്ട്? ട്രാക്സ് വരുന്നുണ്ട്. എല്ലാ പ്ലേറ്റേഴ്സിനും ഒരേ ഡിസ്റ്റൻസിലായിരിക്കും ട്രാക്സും ഉണ്ടായിരിക്കുക. സോ ഈ ഓരോരോ പ്ലേറ്റേഴ്സും ഒന്നിന് മേലെ അടുത്തത് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് സർക്കുലാർ ഷേപ്പുകളായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സിലിണ്ടർ ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. അതിന്റെ ഉള്ളിലോട്ട് നോക്കുകയാണെങ്കിലോ അതിന്റെ ഉള്ളിൽ ഇതുപോലെ ഈ ട്രാക്സ് എല്ലാം ഒരേ ലൈനിലായിരിക്കും ഉണ്ടായിരിക്കുക. എന്ന് വെച്ചാൽ ഒരു സിലിണ്ടറിന്റെ ഉള്ളിൽ അടുത്ത സിലിണ്ടർ വെക്കുന്നു, അതേ ഗ്യാപ്പ് തന്നെ അടുത്ത സിലിണ്ടർ വെക്കുന്നു, ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്ലേറ്റേഴ്സ് ആയി, അതിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി എല്ലാം വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡാറ്റ റിട്രീവ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ റീഡ് ചെയ്യുക, അങ്ങനെയുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമ്മളിപ്പോ എങ്ങനെയാ ഒരു പാത്രത്തിനകത്തൊരു സാധനം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സ്പൂണും കൊണ്ട് എടുക്കണം. അപ്പൊ ആ സ്പൂണിന്റെ ഒരു ഫംഗ്ഷൻ വേണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് ആര്? റീഡ് റൈറ്റ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ റീഡ് റൈറ്റ് ഹെഡ് അങ്ങനെ എയറിൽ നിൽക്കാൻ പറ്റില്ല, അതിനെ പ്ലേസ് ചെയ്യാൻ ഒരു ഹാൻഡിൽ വേണം. അതിന് വേണ്ടിയിട്ടാണ് ആം അസംബ്ലി യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലെ റീഡ് റൈറ്റ് ഹെഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റീഡ് റൈറ്റ് ഹെഡിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡാറ്റ റീഡ് റൈറ്റ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓരോ പ്ലേറ്റേഴ്സിനെയും കണക്ട് ചെയ്തുകൊണ്ട് റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടായിരിക്കും, ഓരോ റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ ഒരു പ്ലേറ്റർ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിലെ അപ്പർ സർഫസിലും ലോവർ സർഫസിലും ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് റീഡ് റൈറ്റ് ഹെഡ് ഇരിക്കുന്നത് ഇതുപോലെ ആയിരിക്കും. അതായത് ആ ഒരു പ്ലേറ്ററിന്റെ അപ്പർ സർഫസിലേക്കും അതുപോലെ തന്നെ ലോവർ സർഫസിലും വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും? ഈ പറയുന്ന റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടായിരിക്കും. ഇനി ഇതിലെ മൂവ്മെന്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാറിന്റെ വൈപ്പർ എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് സെയിം വേ ആയിരിക്കും ഇവിടെ ഈ റീഡ് റൈറ്റ് ഹെഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരിക്കലും ഈ ഒരു ആം അസംബ്ലി മൊത്തമായിട്ട് ഇതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ നിൽക്കില്ല. ഓരോരോ പ്ലേറ്റേഴ്സിനും കറസ്പോണ്ടിങ് റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടായിരിക്കും. ആ ഒരു റീഡ് റൈറ്റ് ഹെഡ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അതിലുള്ള ഓരോ ട്രാക്കുകളും കവർ ചെയ്യുന്നത്. ആ ട്രാക്കുകൾ കവർ ചെയ്യുകയും ചെയ്യും, അതോടൊപ്പം അതിൻ്റെ ഉള്ളിൽ വരുന്ന സെക്ടറിനെ കവർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഡാറ്റ എടുക്കുക എന്നുള്ളതാണ് റീഡ് റൈറ്റ് ഹെഡിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മളുടെ ഇരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് സെക്കൻഡ് പ്ലേറ്ററിലാണെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് പ്ലേറ്ററിനകത്ത് സെക്കൻഡ് ട്രാക്കിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ ആ സമയത്ത് ഈ ഒരു റീഡ് റൈറ്റ് ഹെഡ് മാത്രമേ ആക്റ്റീവ് ആയിട്ടുണ്ടാവുള്ളൂ. ബാക്കി 2 റീഡ് റൈറ്റ് ഹെഡുകളും ഡിആക്ടിവേറ്റ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. എന്നിട്ട് ഈ റീഡ് റൈറ്റ് ഹെഡ് എന്ത് ചെയ്യും? അതിനനുസരിച്ചിട്ട് ഇവിടെ സ്പിൻഡിൽ അനുസരിച്ചിട്ട് ഇത് മൂവ് ചെയ്യുന്നുണ്ടാവും, പ്ലേറ്റർ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ നിന്ന് പെർട്ടിക്കുലർ ട്രാക്ക് ആയിരിക്കും ഫസ്റ്റ് ട്രാക്ക് ചെയ്യുക. അതിനുശേഷം ആ ട്രാക്കിൽ വരുന്ന സെക്ടർ ട്രാക്ക് ചെയ്യും, അതിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ഡിസ്ക് ആർക്കിടെക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്ലേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. പ്ലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് സർഫസ് ഉണ്ടായിരിക്കും, അപ്പർ സർഫസും ലോവർ സർഫസും. ഈ 2 പോർഷനകത്തും ഡാറ്റ സ്റ്റോർ ചെയ്യും. ഈ സർഫസുകൾ ഓരോന്നിനെയും ട്രാക്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ട്രാക്സിനെ വീണ്ടും സെക്ടേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഓരോ സെക്ടറിലുമാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഈ ഓരോരോ പ്ലേറ്റേഴ്സും 1 by 1 ആയിട്ട് ഇങ്ങനെ പൈൽ ചെയ്ത് വെച്ചിട്ട് അതിന്റെ സെന്ററിലൂടെ സ്പിൻഡിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു സ്ട്രക്ചർ ഇരിക്കുന്നത്. സ്പിൻഡിലിനാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ 2 ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അറ്റ് എ ടൈം ഒരു ഡയറക്ഷനിൽ മാത്രം എന്നുള്ള രീതിയിലാണ് അതിന്റെ മൂവ്മെന്റ്സ് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് അതിൽ നിന്നും ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ റീഡ് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നു? റീഡ് റൈറ്റ് ഹെഡ് യൂസ് ചെയ്യുന്നു. റീഡ് റൈറ്റ് ഹെഡിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ പ്ലേറ്ററിന്റെ മൂവ്മെന്റിനനുസരിച്ചിട്ടാണ് ഓരോ ഡാറ്റ റീഡിങ്ങും അതുപോലെ റൈറ്റിംഗ് ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത്. റീഡ് റൈറ്റ് ഹെഡിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ആം അസംബ്ലിയിലായിരിക്കും. പിന്നെ ഈ ഡിസ്കുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സിലിണ്ടറിക്കൽ ഫോമിലായിരിക്കും. ഇത്രയാണ് നമുക്ക് ഡിസ്കിന്റെ ആർക്കിടെക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ അത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.